ഹായ് കൂട്ടുകാരെ, നമ്മുടെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയല്ലോ. എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മഹാ എപ്പിസോഡായിരുന്നു. നമ്മുടെ ശാലിനെ രാഘവൻ പറഞ്ഞിട്ട് അവിടെ പപ്പിമോളെയും കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ പപ്പിമോളെ ആക്കിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് രാഘവൻ പറയുന്നത് ഇരിക്കും മോളെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവൾ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ രാഘവൻ ഇങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ സത്യഭാമ വരുന്നത്. അപ്പോൾ അവളെ ശാലിനെ നന്നായിട്ട് പറയുകയാണ്, നീ എന്തിനിവിടെ വന്നു? അപ്പോൾ രാഘവൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിഷ്ണു കയറി വരുന്നത്. വിഷ്ണു പറയുന്നത്, ശ്യാമ വന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ശ്യാമയെ തപ്പി രണ്ടുപേരും പോവുകയാണ്. രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് പോകുന്നു. രാത്രിയായി, കാണുന്നേ ഇല്ല. അപ്പോൾ ഇതേ സമയം ശ്യാമയാണെങ്കിൽ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങി മരിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് ശാന്ത എന്ന അവരുടെ വീടിൻ്റെ അടുത്തുള്ളവർ ഈ ശ്യാമയെ കാണുന്നത്. അപ്പോൾ ശ്യാമയെ പോകല്ലേ എന്ന് പറയുന്നത്. അങ്ങനെ ശ്യാമയെ തിരിച്ച് കയറ്റി വീട്ടിലെത്തിക്കുകയാണ്. വീട്ടിലെത്തി കഴിയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടി രോഹിത്തിനെ വെച്ച് വിഷ്ണുവിനെതിരെ ഒരു നല്ല കളി ഉണ്ടാക്കുകയാണ് അവിടെ. വിഷ്ണുവിനെ കുരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശ്യാമയോട് അമ്മ പറയുന്നു, ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നീ എനിക്ക് വാക്ക് തരണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ശ്യാമ വാക്ക് കൊടുക്കുകയാണ്, ഇനി അങ്ങനെ അത് തെറ്റ് ആവർത്തിക്കത്തില്ല, ഇനി ഇങ്ങനെ മരിക്കാൻ പോകില്ല എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ശാലിനിയും പറയുന്നു, നീ പപ്പിമോളെ ഓർത്തു, നിനക്ക് ഞാനായിട്ട് മനസ്സറിഞ്ഞ് തന്നതല്ലേ അവളെയെങ്കിലും ഓർത്ത് നിനക്ക് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒക്കെ പറയുന്നു. അങ്ങനെ അവർ അപ്പം ടീച്ചറമ്മയും പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാനായിരിക്കും ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ വിഷ്ണു പപ്പിമോളെയും കൊണ്ട് നമ്മുടെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പപ്പിമോൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങോട്ട് വരാത്ത വിഷ്ണു വെച്ചാൽ? അപ്പോൾ പറയുന്നത്, കുഴപ്പമില്ല മോളെ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് പോകുകയല്ലേ എന്ന് പറയുന്നത്. അതേ സമയമാണെങ്കിൽ അവിടെ സത്യമാണെങ്കിൽ തൻ്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, തനിക്ക് അടുത്തുണ്ടായിട്ടും അച്ഛ എന്ന് വിളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അമ്മയോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവളത് വളരെ സങ്കടപ്പെടുകയാണ്. അവൾ ആലോചിക്കുന്ന സമയത്ത് തന്നെയാണ് വിഷ്ണു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പം നമ്മുടെ ശ്യാമയോട് അവരിങ്ങനെ എല്ലാവരും ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക എപ്പിസോഡിനായിട്ട്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി